ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്നുള്ള 50 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബഥാനിയായിൽ നിന്നുള്ളവനായിരുന്നു. ഇവൻ ആര്? ഉത്തരം ലാസർ. ചോദ്യം 2. യോഹന്നാൻ 11:1 3 വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട്. ആരൊക്കെയാണ് അവർ? ഉത്തരം ലാസർ, മറിയം, മർത്ത. ചോദ്യം 3. ലാസർ താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? ഉത്തരം ബഥാനിയായിൽ. ചോദ്യം 4. ലാസറിൻ്റെ സഹോദരിയായ മറിയം എന്തുപയോഗിച്ചാണ് യേശുവിൻ്റെ പാദങ്ങൾ തുടച്ചത്? ഉത്തരം തലമുടി കൊണ്ട്. ചോദ്യം 5. ലാസറിൻ്റെ സഹോദരിയായ മറിയം എന്തുപയോഗിച്ചാണ് കർത്താവിനെ പൂശിയത്? ഉത്തരം സുഗന്ധതൈലം. ചോദ്യം 6. ആര് രോഗിയായിരിക്കുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മർത്തായും മറിയവും യേശുവിൻ്റെ പക്കലേക്ക് ആളയച്ചത്? ഉത്തരം അങ്ങ് സ്നേഹിക്കുന്നവൻ. ചോദ്യം 7. യോഹന്നാൻ 11:4 ലാസറിൻ്റെ രോഗത്തെക്കുറിച്ച് യേശു പറയാത്ത കാര്യമേത്? എ. മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ബി. ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി. സി. ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനു വേണ്ടി. ഡി. അനേകർക്ക് സാക്ഷ്യമാകുന്നതിനു വേണ്ടി. ഉത്തരം ഡി. അനേകർക്ക് സാക്ഷ്യമാകുന്നതിനു വേണ്ടി. ചോദ്യം 8. യോഹന്നാൻ 11:5 യേശു സ്നേഹിച്ചിരുന്ന 3 വ്യക്തികളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ പേര് പറയാത്ത വ്യക്തി ആരാണ്? ഉത്തരം മറിയം. ചോദ്യം 9. ലാസർ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ എത്ര ദിവസം കൂടി ചെലവഴിച്ചു? ഉത്തരം 2 ദിവസം. ചോദ്യം 10. ലാസർ രോഗിയായി എന്ന് കേട്ടിട്ടും താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചിലവഴിച്ചതിന് ശേഷം എവിടേക്ക് പോകാം എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? ഉത്തരം യൂദയായിലേക്ക്. ചോദ്യം 11. യൂദയായിലെ യഹൂദർ എന്തിനു വേണ്ടിയാണ് യേശുവിനെ അന്വേഷിക്കുന്നത് എന്നാണ് യോഹന്നാൻ 11:7 ശിഷ്യന്മാർ പറയുന്നത്? ഉത്തരം യേശുവിനെ കല്ലെറിയാൻ. ചോദ്യം 12. പൂരിപ്പിക്കുക. യേശു പ്രതിവചിച്ചു, പകലിന് ഡാഷ്. പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ ഡാഷ് അവൻ കാണുന്നു. ഉത്തരം 12 മണിക്കൂറില്ലേ പ്രകാശം. ചോദ്യം 13. രാത്രി നടക്കുന്നവൻ തട്ടി വീഴാനുള്ള കാരണം എന്തെന്നാണ് യേശു പറയുന്നത്? ഉത്തരം അവന് പ്രകാശമില്ല. ചോദ്യം 14. യോഹന്നാൻ 11:11 മരണത്തെ എന്തിനോടാണ് യേശു ഉപമിക്കുന്നത്? ഉത്തരം ഉറക്കത്തോട്. ചോദ്യം 15. ഉറങ്ങുകയാണെങ്കിൽ ലാസറിന് എന്ത് സംഭവിക്കും എന്നാണ് ശിഷ്യന്മാർ പറയുന്നത്? ഉത്തരം സുഖം പ്രാപിക്കും. ചോദ്യം 16. ലാസറിൻ്റെ മരണത്തെ ഒരു ഉറക്കമായി യേശു അവതരിപ്പിച്ചപ്പോൾ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് എപ്രകാരമാണ്? ഉത്തരം നിദ്രയുടെ വിശ്രമമെന്ന്. ചോദ്യം 17. ലാസറിൻ്റെ മരണത്തെ നിദ്രയുടെ വിശ്രമമെന്ന് തെറ്റിദ്ധരിച്ച ശിഷ്യന്മാരോട് യേശു വ്യക്തമായി പറഞ്ഞത് എന്ത്? ഉത്തരം ലാസർ മരിച്ചുപോയി. ചോദ്യം 18. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ എന്ത് ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം സന്തോഷിക്കുന്നു.
ചോദ്യം 19. യേശുവിൻ്റെ ശിഷ്യനായ തോമസിൻ്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം ദീദിമോസ്. ചോദ്യം 20. ദീദിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ഇരട്ട. ചോദ്യം 21. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 2-ാം ശീർഷകമെന്ത്? ഉത്തരം യേശു പുനരുത്ഥാനവും ജീവനും. ചോദ്യം 22. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നാണ് ബെഥാനിയയിലെത്തിയപ്പോൾ യേശു അറിഞ്ഞത്? ഉത്തരം 4 ദിവസം. ചോദ്യം 23. ജെറുസലേമിൽ നിന്നും ബെഥാനിയയിലേക്കുള്ള ദൂരം എത്ര? ഉത്തരം ഏകദേശം 15 സ്താദിയോൺ. ചോദ്യം 24. 15 സ്താദിയോൺ എന്നത് കിലോമീറ്ററിൽ എത്ര ദൂരം വരും? ഉത്തരം ഏകദേശം 3 കിലോമീറ്റർ. ചോദ്യം 25. ആരാണ് മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നത്? ഉത്തരം അനേകം യഹൂദർ. ചോദ്യം 26. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം എന്താണ് ചെയ്തത്? ഉത്തരം വീട്ടിൽ തന്നെ ഇരുന്നു. ചോദ്യം 27. ആര് ആരോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെയുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു? ഉത്തരം മർത്ത യേശുവിനോട്. ചോദ്യം 28. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ആര് നിനക്ക് തരും എന്നാണ് മർത്ത യേശുവിനോട് പറയുന്നത്? ഉത്തരം ദൈവം. ചോദ്യം 29. നിന്റെ സഹോദരൻ ഉയിർത്തെഴുന്നേൽക്കും എന്ന യേശുവിൻ്റെ വാഗ്ദാനത്തെ മർത്ത മനസ്സിലാക്കിയത് എപ്രകാരമാണ്? ഉത്തരം അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തെക്കുറിച്ച്. ചോദ്യം 30. യോഹന്നാൻ 11:25 താൻ ആരെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? ഉത്തരം പുനരുത്ഥാനവും ജീവനും. ചോദ്യം 31. യോഹന്നാൻ 11:25 പ്രകാരം തന്നിൽ വിശ്വസിക്കുന്നവൻ്റെ പ്രത്യേകത എന്തെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? ഉത്തരം മരിച്ചാലും ജീവിക്കും. ചോദ്യം 32. തന്നിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്ത് സംഭവിക്കുകയില്ല എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? ഉത്തരം ഒരിക്കലും മരിക്കുകയില്ല. ചോദ്യം 33. യേശു ലോകത്തിലേക്ക് വരാനിരുന്ന ആരെന്നാണ് മർത്ത പ്രഖ്യാപിക്കുന്നത്? ഉത്തരം ദൈവപുത്രനായ ക്രിസ്തു. ചോദ്യം 34. മർത്ത തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞത് എപ്രകാരമായിരുന്നു? ഉത്തരം സ്വകാര്യമായി. ചോദ്യം 35. യേശു നിന്നെ വിളിക്കുന്നു എന്ന മർത്തായുടെ വാക്ക് കേട്ട് മറിയം യേശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ യേശു നിന്നിരുന്നത് എവിടെയായിരുന്നു? ഉത്തരം മർത്ത കണ്ട സ്ഥലത്ത് തന്നെ. ചോദ്യം 36. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട യഹൂദർ എന്താണ് വിചാരിച്ചത്? ഉത്തരം ശവകുടീരത്തിങ്കൽ കരയാൻ പോവുകയാണെന്ന്. ചോദ്യം 37. യേശു നിന്നെ വിളിക്കുന്നു എന്ന മർത്തായുടെ വാക്ക് കേട്ട് യേശുവിൻ്റെ അടുത്തെത്തിയ മറിയം ആദ്യം ചെയ്തത് എന്താണ്? ഉത്തരം യേശുവിൻ്റെ കാൽക്കൽ വീണു. ചോദ്യം 38. യേശുവിൻ്റെ അടുത്തെത്തിയ മറിയം എന്ത് സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ചോദ്യം 39. ലാസറിനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് യഹൂദർ നൽകിയ മറുപടി എന്താണ്? ഉത്തരം കർത്താവെ, വന്നു കാണുക.
ചോദ്യം 40. വചനമേത്? യോഹന്നാൻ 11:35. ഉത്തരം യേശു കണ്ണീർ പൊഴിച്ചു. ചോദ്യം 41. എന്തു ചെയ്ത യേശുവിന് ലാസറിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നാണ് ചില യഹൂദർ ചോദിച്ചത്. ഉത്തരം അന്ധൻ്റെ കണ്ണു തുറന്ന. ചോദ്യം 42. ലാസറിൻ്റെ ശവകുടീരം എന്തായിരുന്നു? ഉത്തരം ഒരു ഗുഹയായിരുന്നു. ചോദ്യം 43. ലാസറിൻ്റെ ശവകുടീരത്തെങ്കിൽ എത്തിയ യേശു ആദ്യം പറഞ്ഞതെന്താണ്? ഉത്തരം ആ കല്ലെടുത്തു മാറ്റുവിൻ. ചോദ്യം 44. വിശ്വസിച്ചാൽ നീ എന്ത് ദർശിക്കുമെന്നാണ് യേശു മർത്തയോട് പറയുന്നത്? ഉത്തരം ദൈവമഹത്വം. ചോദ്യം 45. ലാസറിൻ്റെ ശവകുടീരത്തെങ്കിൽ എത്തിയ യേശു ഉച്ചത്തിൽ പറഞ്ഞതെന്താണ്? ഉത്തരം ലാസറെ പുറത്തു വരിക. ചോദ്യം 46. ശവകുടീരത്തിൽ നിന്നും പുറത്തു വന്ന ലാസറിനെ കണ്ടപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ചോദ്യം 47. ലാസറിനെ യേശു ഉയർപ്പിച്ച സംഭവം കേട്ടപ്പോൾ ആലോചനാ സംഘം വിളിച്ചുകൂട്ടിയത് ആരാണ്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ചോദ്യം 48. ലാസറിനെ യേശു ഉയർപ്പിച്ച സംഭവം നടന്ന വർഷത്തെ പ്രധാന പുരോഹിതൻ ആരായിരുന്നു? ഉത്തരം കയ്യാഫാസ്. ചോദ്യം 49. ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിന് ശേഷം യേശു എവിടെയാണ് താമസിച്ചത്? ഉത്തരം മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ. ചോദ്യം 50. അധ്യായവും വാക്യവും ഏത്? യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഉത്തരം യോഹന്നാൻ 11:25. ഈ സെറ്റിലെ അവസാന ചോദ്യം വചനമെഴുതുക. യോഹന്നാൻ 11:10. ഉത്തരം രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.